1500ഓളം യാത്രക്കാരുമായി അക്വാമറൈൻ പ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 150ഓളം നോട്ടിക്കൽ മൈൽസ് നാം സഞ്ചരിച്ചു കഴിഞ്ഞു. ഗ്രീസിൽ നിന്നാണ് അക്വാമറൈൻ എത്തിയത്. ലോകത്തിലെ കപ്പൽ കമ്പനികളിലെ 5ാമത്തേതാണ് ലൂയിസ് ക്രൂയിസർ കമ്പനി. കമ്പനിക്ക് 12ഓളം ആഡംബര കപ്പലുകളുണ്ട്. അക്വാമറൈന് 35 വയസ്സിനേറെ പ്രായമുണ്ട്. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ കപ്പലിലെ സഞ്ചാരം ആസ്വാദ്യകരം തന്നെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അക്വാമറൈൻ എന്ന ആഡംബര കപ്പലിൽ ഒരു രാത്രി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി ഇവിടെ ഡാൻസ് പാർട്ടി ഉണ്ടായിരുന്നു. വളരെ മികവുറ്റ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. എല്ലാവരും ഇന്ന് രാവിലെ ഉറക്കമണിയിച്ച് കടലിൽ മനോഹരമായൊരു സൂര്യോദയത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നിൽക്കുകയാണ്. ഇനി കപ്പലിലെ മറ്റു വിശേഷങ്ങൾ നമുക്ക് കാണാം. വിശാലമായ 2 റെസ്റ്റോറന്റുകളും 3 ബാറുകളും കപ്പലിലുണ്ട്. എല്ലാത്തരം 5 സ്റ്റാർ ഭക്ഷണങ്ങളും ദക്ഷിണേന്ത്യൻ വിഭവങ്ങളും നമുക്കിവിടെ രുചിക്കാം. സമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇഡ്ഡലി, ദോശ, പൂരിയുണ്ട്, പിന്നെ കുറച്ച് സലാഡ്സ്, അങ്ങനെയെല്ലാം കൂടെ ചേർത്തിട്ട് സാധാരണ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ടുള്ളൂ, ബാക്കി കഴിച്ചു. ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ ഒരുക്കുന്ന 5 സ്റ്റാർ ഷെഫ് ആകട്ടെ ഒരു മലയാളിയാണ്. പേര് സുരേഷ്. സുരേഷിന്റെ മേൽനോട്ടം നമ്മുടെ സ്വന്തം ഭക്ഷണങ്ങളെ മികവുറ്റതാക്കി. ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്യേണ്ടത്. ഹോട്ടലിലൊക്കെ എന്തായാലും വളരെയധികം വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കാണെങ്കിലും കണ്ടാൽ അറിയാൻ പറ്റും. ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ വൈസിലാണെങ്കിലും ഫുഡിൻ്റെ പ്രിപ്പറേഷൻ വൈസിലാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ എല്ലാം അറിയാമല്ലോ. എല്ലാം മലയാളീസിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റിൽ ബേസ് കോണ്ടിനെൻ്റൽ ബേസ് ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു കൺവേഴ്സ് പക്ഷേ ഗ്രീക്സ് ആളുകളാണ്. അവരുടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവർ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലാതെ നല്ല ഒരു ഇതിലുള്ള സഹകരണം കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യും. തീർച്ചയായും നല്ലൊരു ഭയങ്കര നല്ല ഫീലിംഗ് ആണ്. കാരണം ശരിക്കും വർണ്ണ വിസ്മയ കാഴ്ചകൾ തന്നെയാണ് അക്വാമറൈൻ എന്നുള്ള ഈ ആഡംബര കപ്പലിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു വളരെ വലിയൊരു വോളിബോൾ കോർട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ജിംനാഷ്യം ഉണ്ട്. ആളുകളെല്ലാവരും ഇതിനകത്ത് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ജിമ്മിലൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. കപ്പൽ യാത്ര കൂടുതൽ രസകരമാക്കുന്നത് ഇതിനുള്ളിലെ ജിമ്മാണ്. വിശാലമായ ജിമ്മിൽ സുഖമായി വ്യായാമം ചെയ്യാം. വ്യായാമം കൂടി കഴിഞ്ഞപ്പോൾ ആകെ കൂടി ഉഷാറായി. മനസ്സും ശരീരവും തയ്യാറെങ്കിൽ പിന്നെന്തു വേണം? ഇനി കുറച്ച് യാത്രക്കാരെ ഞാൻ പരിചയപ്പെട്ടു. എല്ലാവരും കുടുംബസമേതം യാത്ര ആഘോഷിക്കുന്നവരാണ്. സാധാരണക്കാർക്കും ഈ സുഖ സൗകര്യങ്ങൾ പ്രാപ്യമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട സവിശേഷത. കപ്പലിലെ യാത്രയ്ക്ക് എങ്ങനെയാണ്? കപ്പലിൻ്റെ യാത്ര ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. ആഡംബര കപ്പൽ എന്തായാലും നല്ലതാണ്. മറ്റു രാജ്യത്ത് പോയി കാണുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇവിടെ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ടൂറിസത്തിനൊക്കെ നല്ലോണം സഹായിക്കുന്നതിൽ ഒരു സംശയമില്ല. മറ്റെവിടെ നമ്മളൊരു ജോളി ട്രിപ്പ് പോകുന്നതിനേക്കാളും ഒരു എൻജോയ്മെന്റ് കിട്ടുന്നു.
തീർച്ചയായും ആദ്യത്തെ അനുഭവങ്ങൾ എപ്പോഴും നല്ലതാണ്. പക്ഷെ ഇത്രയും വിലയിൽ ഇത്രയും നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ തീർച്ചയായും നല്ലൊരു കാര്യമാണ്. യാത്ര വളരെ രസകരമായിരുന്നു. ഈ ഇത്തരത്തിലുള്ള ആഡംബര കപ്പലുകൾ പെട്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കയറാൻ പറ്റുന്നതല്ലല്ലോ. ഇല്ല, ഇതൊരു സ്വപ്നം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു സൗകര്യപ്രദമായതും കാഴ്ചകളും എല്ലാം പ്രതീക്ഷിക്കുന്നതിനേക്കാളും അധികം ഉപകാരത്തിലുമുണ്ട്. പറയും നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകത എന്താണ് പറയാൻ തോന്നുന്നത്? പ്രത്യേകതകളേ ഉള്ളൂ, അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം, പറയാൻ പറ്റില്ല. ഈ സാധാരണക്കാർക്ക് ആഡംബര കപ്പലുകളിലൊക്കെ കയറുക സ്വാഭാവികമായിട്ടും പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ തോന്നിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് തീർച്ചയായും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പ് തന്നെയാണിത്. എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. നമ്മോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കപ്പിളുണ്ട്, മിസ്റ്റർ അഭിനയ്. അഭിനയ്, how you feel? Oh, it's excellent. It's a really amazing adventure and it's very interesting, very safe also. Yeah, it's beautiful. We have never been on a cruise like this, and it's really nice to see we'll be on this sea like this. And I mean, you don't even feel that you're on sea. It's so nice, beautiful. I guess it is more important that somebody should experience what it is to be on the seas rather than being inside and eating the food. So a view that you can see over here, the ship cruising across, that is something that you should experience. It can't be said in words. So anyway, you are enjoying well. Oh yes, it's really good. We're enjoying a lot. Thanks a lot. ഇനി കുറച്ചു സമയം കപ്പലിലെ മുകൾ തട്ടിൽ വിശ്രമം. സൺബാത്തിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയം ഞാനും ആ ചാരുകസേരയിൽ നീണ്ടു നിവർന്ന് കിടന്നു. ഞാനിപ്പോ അക്വാമറൈന്റെ ഡെക്കിൽ കിടക്കുവാണ്. ഇവിടെ സൺബാത്തിനുള്ള വിപുലമായിട്ടുള്ള സൗകര്യം, കാരണം ഒരുപാട് പേരിങ്ങനെ ഇവിടെ കിടന്ന് കാറ്റുകൊള്ളുകയും കടൽ യാത്ര ആസ്വദിക്കുകയും ചെയ്യാം. ഇതൊരു മനോഹരമായ അനുഭവമാണ്. ജീവിതത്തിലെ